ഹരിമാർ സർ നമസ്കാരം. നമസ്തേ. 2027 3 ഉപഗ്രഹ വാഹനങ്ങളാണ്, ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന റോക്കറ്റുകളാണ് ISROയ്ക്ക് പുറത്ത് വരാൻ പോകുന്നത്. ഇത് യഥാർത്ഥത്തിൽ PSLVയെ മറികടക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായോണോ എന്ന് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. നമുക്കറിയാം PSLV സൃഷ്ടിച്ച പ്രതിസന്ധി. എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? ചോദ്യം പറഞ്ഞത് ശരിയാണ്. 2027, അതായത് അടുത്ത വർഷം അവസാനത്തോടു കൂടി 3 ചെറിയ വിക്ഷേപണ വാഹനങ്ങൾ, അതായത് ലോ എർത്ത് ഓർബിറ്റ് അല്ലെങ്കിൽ പോളാർ ഓർബിറ്റിലോട്ട് ഉപഗ്രഹം വിക്ഷേപിക്കാൻ ശേഷിയുള്ള 3 റോക്കറ്റുകൾ ISROയ്ക്ക് പുറത്ത് തയ്യാറാകുകയാണ്. അതിലൊരെണ്ണം സ്കൈറൂട്ട് എയറോസ്പേസിന്റെ വിക്രം 1 എന്ന റോക്കറ്റാണ്. രണ്ടാമത്തേത്, അത് വിക്രം 1 ഈ കഴിഞ്ഞ ദിവസം വിജയകരമായിട്ട് ഭ്രമണപഥത്തിൽ ഒരു ഉപഗ്രഹത്തെ പരീക്ഷണാടിസ്ഥാനത്തിൽ എത്തിച്ച് പൂർണ്ണ സജ്ജമാണ് എന്നുള്ളത് ലോകത്തോട് അറിയിച്ചു. രണ്ടാമത്തേത് അഗ്നിബാൺ എന്ന റോക്കറ്റാണ്. അഗ്നിബാൺ റോക്കറ്റ് അഗ്നികുൽ എയറോസ്പേസിന്റെ ആണ്. അതും ഇപ്പോൾ ഈ വരുന്ന ഒരു മാസം 1-2 മാസത്തിനുള്ളിൽ അതിന്റെ വിക്ഷേപണം നടക്കും. ഇനി മറ്റൊന്ന്, ISROയുടെ ടെക്നോളജികൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന SSLV, അത് 611 കോടി രൂപയ്ക്ക് അതിന്റെ ടെക്നോളജി പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് വിറ്റിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ 3 റോക്കറ്റുകൾ വിക്ഷേപണത്തിനായിട്ട് ഭൂമിയുടെ അടുത്തുള്ള ലോ എർത്ത് ഓർബിറ്റിലോട്ട് ഉപഗ്രഹം വിക്ഷേപിക്കാനായിട്ട് 3 വാഹനങ്ങൾ തയ്യാറാകുകയാണ്. ഇവിടെ ഒരു വലിയ ചോദ്യമുള്ളത്, അങ്ങനെയെങ്കിൽ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന ഇന്ത്യയുടെ അല്ലെ ISROയുടെ വർക്ക് ഹോഴ്സ് ലോഞ്ച് വെഹിക്കിൾ എന്ന് നമ്മൾ വിശേഷിപ്പിച്ചിരുന്ന ആ റോക്കറ്റിന് ഇനി എന്ത് സംഭവിക്കും എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ISRO ഒരു ഉത്തരം നൽകിയിരുന്നത്, ഈ ഇപ്പോൾ ഞാൻ പറഞ്ഞ 3 റോക്കറ്റുകളുണ്ടല്ലോ അടുത്ത വർഷത്തേക്ക് തയ്യാറാവുന്നു, അതായത് വിക്രം, അഗ്നിബാണ്, SSLV. ഈ 3 റോക്കറ്റുകളെക്കാളും ഭാരവാഹക ശേഷിയുള്ളതാണ്, പേലോഡ് വഹിക്കാൻ ശേഷിയുള്ളതാണ് PSLV. അപ്പോ ആ PSLVക്ക് ചെറിയ ചെറിയ റോക്കറ്റുകളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഉപഗ്രഹങ്ങളോ അല്ലെങ്കിൽ മൈക്രോ ഉപഗ്രഹങ്ങളോ ഒന്നും തന്നെ ISRO ഇനി വിക്ഷേപിക്കാൻ എടുക്കില്ല. പകരം ISRO അതൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തെ തന്നെയുള്ള സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലുമുള്ള വിക്ഷേപണ വാഹനങ്ങൾക്ക് അതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം കൊടുത്തിട്ട് ISRO വലിയ ഉപഗ്രഹങ്ങൾ മാത്രം വിക്ഷേപിക്കുന്നു. അതായത് ലോയർ ഓർബിറ്റിലാണെങ്കിൽ പോലും ഭാരമേറിയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനായിരിക്കും ISRO ശ്രമിക്കുന്നത്. ഭാരം കുറഞ്ഞത് 1000 കിലോയിൽ കുറഞ്ഞതൊക്കെ തന്നെ 1 ടണ്ണിൽ താഴെ ഭാരമുള്ള എല്ലാ ഉപഗ്രഹങ്ങളും ഒന്നുകിൽ സ്വകാര്യ കമ്പനികളോ അതല്ലെങ്കിൽ HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡോ വിക്ഷേപിക്കട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ISRO പോയി എന്നുള്ളതാണ് ഈ ഇന്റർനാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ, ഇൻസ്പേസ് എന്ന് പറഞ്ഞ ഇപ്പോൾ ഒരു സ്ഥാപനം സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഗവൺമെന്റ് സ്ഥാപനമാണ്. അപ്പൊ അവരായിരിക്കും ഇത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ കോർഡിനേഷനും സൂപ്പർവൈഷനും ഒക്കെ നടത്തുന്നതെന്ന് അതിന്റെ ചെയർമാൻ പവൻ ഗോയങ്ക ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ചില ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു ഗൂഢലക്ഷ്യത്തോടാണോ യഥാർത്ഥത്തിൽ PSLVയുടെ 2 പരാജയങ്ങൾ ഉണ്ടാക്കിയത്? PSLV 48 തവണ തുടർച്ചയായിട്ട് വിജയിച്ച ഒരു ലോഞ്ച് വെഹിക്കിൾ, ആ ലോഞ്ച് വെഹിക്കിൾ പെട്ടെന്ന് തുടർച്ചയായിട്ട് ബാക്ക് ടു ബാക്ക് ഫെയിലിയേഴ്സ് വരുന്നു. 2025 മെയിലും 2026 ജാനുവരിയിലും വിക്ഷേപിച്ച 2 റോക്കറ്റുകളും പരാജയപ്പെടുന്ന ഒരു കാരണവുമില്ല. കാരണം ഇതിന്റെ ടെക്നോളജി ഒക്കെ പൂർണ്ണമാണ്. ഈ PSLV ഇനി നമുക്ക് ഇതിന്റെ അപ്പോ ആണ് അവിടെ ഒരു സംശയം ഉണ്ടായത്. ഞാനിപ്പോ സ്വകാര്യ മേഖല വിക്ഷേപണ രംഗത്തേക്ക് വരുന്നതിനോട് എനിക്ക് സത്യത്തിൽ എതിർപ്പൊന്നുമില്ല. കാരണം ആ ഒരു മാതൃക ലോകം മുഴുവൻ നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് അമേരിക്കയിൽ നിങ്ങൾ ചെന്നാല് നാസ ഇപ്പോ പൂർണ്ണമായിട്ടും ഗവേഷണ വികസന പദ്ധതികളിലാണ്. ലോഞ്ചിങ് സത്യം പറഞ്ഞാൽ ഏറ്റവും ഭാരമുള്ള ഉപഗ്രഹങ്ങൾ പോലും ലോഞ്ച് ചെയ്യുന്നത് SpaceX ആണ്. SpaceX കൂടാതെ മറ്റ് ഏജൻസീസും ഉണ്ട്. ചൈനയിലും അത് തന്നെയാണ്. റഷ്യയും യൂറോപ്യൻ യൂണിയനും ജപ്പാനും ഒക്കെ ഇപ്പോഴും പഴയ മോഡലാണ്. അതായത് നാഷണൽ സ്പേസ് ഏജൻസീസ് ആണ് അവിടെ എല്ലാം ഉപഗ്രഹ വിക്ഷേപണം നടത്തുന്നത്. അപ്പൊ ഇതാണ് ഇത് ലോകത്താകെ നിലനിൽക്കുന്ന ഇതിന്റെ ഒരു പിക്ചർ, ഒരു ചിത്രം. അപ്പോ ISRO
ഇതിൽ നിന്ന് ചെറിയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതിൽ പിന്മാറുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത് നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ഒരു പുതിയ കമ്പനികൾക്ക് വഴിയൊരുക്കാൻ വേണ്ടിയാണോ ചെയ്തത്, അങ്ങനെ ഒരു കള്ളക്കളി ഇതിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അങ്ങേയറ്റം തെറ്റാണ്, അത് ഒരു സംശയമില്ല. അതാണ് അതിനകത്തിൽ ഒരു വിഷയം. പിന്നെ അടുത്തത്, നമുക്ക് ഈ വിക്ഷേപണ വാഹനങ്ങളെ കുറിച്ചൊന്ന് പരിശോധിക്കുക. അപ്പൊ ISROയുടെ PSLV റോക്കറ്റ് 1750 കിലോ, അതായത് ഏതാണ്ട് 1.25 ടൺ ഭാരമുള്ള ഉപഗ്രഹങ്ങൾ 600 കിലോമീറ്റർ ദൂരെയുള്ള ഭൂമിയുടെ അടുത്തുള്ള ഒരു ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ശേഷിയുള്ളതാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ PSLV വെച്ച് നമുക്ക് വേണമെങ്കിൽ ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റ്, അതായത് ഭൂസ്ഥിര ഭ്രമണപഥം എന്ന് പറയുന്ന വളരെ അധികം 36,000 കിലോമീറ്റർ വരെ ദൂരത്തേക്ക് അങ്ങനെയുള്ള ഉപഗ്രഹങ്ങൾ പോകും. അപ്പൊ ആ ഒരു വലിയ അതിദൂരമുള്ള ഭ്രമണപഥത്തിൽ എത്തിക്കാൻ പോലും ചെറിയ ഭാരം കുറഞ്ഞ ഉപഗ്രഹങ്ങൾ എത്തിക്കാൻ ഈ PSLVക്ക് കഴിയും. അപ്പൊ PSLV ശക്തമായ ഒരു റോക്കറ്റാണ്. ആ റോക്കറ്റ് വെറുതെ പോകരുത്. അത് പിന്നെ നശിപ്പിച്ച് അതിന്റെ പലതരം സ്ട്രക്ചറൽ ഡിഫക്ട്സിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും, അതൊന്നും ഒരു നേരായ മാർഗമല്ല. ഇനി PSLV തന്നെ ആ ടെക്നോളജി മറ്റാർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല. പക്ഷെ അതൊക്കെ നേർവഴിക്ക് പറഞ്ഞുകൊണ്ട് ചെയ്യണം. അതിലാണ് ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാകണം. ആ ട്രാൻസ്പെറൻസി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. ISROയുടെ പ്രതിസന്ധിയെക്കുറിച്ച് കേരളത്തിലെ പ്രമുഖരായ വിവിധ സംഘപരിവാറിന്, അതായത് RSSന്റെ പല നേതാക്കന്മാരും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ധരിപ്പിച്ചിരുന്നതാണ് പല വഴിക്ക്. പക്ഷെ എന്നിട്ട് പോലും അതില് ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളത്, അത് ഒരുപാട് ദുരൂഹത ആ ഒരു വിഷയത്തിൽ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ പല ആൾക്കാർ ഇടപെട്ടിട്ടും എന്തുകൊണ്ടാണ് ഇതിലൊരു നടപടി ഉണ്ടാകാത്തത്? അല്ലെങ്കിൽ ISROയുടെ, നമ്മൾ ഇന്നലെ അത് ചർച്ച ചെയ്തതാണ്, ISROയുടെ ഇന്നത്തെ ഒരു കുത്തഴിഞ്ഞ അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അതിന്റെ എവിടെയൊക്കെ ഉണ്ടായ പാളിച്ചകൾക്ക് പിന്നിലെ ISROയിലെ ഒരു പ്രമുഖനാണെന്നും കേരളത്തിന്റെ അന്യസംസ്ഥാനത്തുള്ള ഒരു സ്വദേശിയായ ഒരു വ്യക്തിയാണ് ഇയാളെന്നും ഒക്കെയുള്ള ആരോപണങ്ങൾ, ഈ വ്യക്തിക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഇയാള് യഥാർത്ഥത്തിൽ ISRO ചെയർമാൻ ആകാനുള്ള ലിസ്റ്റിൽ അവസാനമായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് ഏതൊക്കെയോ പ്രമുഖരുടെ സമ്മർദ്ദത്തിൽ വഴങ്ങിയാണ് ഇത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയാണ് ISRO ചെയർമാനെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആൾക്കാരുടെ ഇടയിൽ ഇദ്ദേഹത്തിന്റെ പേര് ആദ്യം ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സൂചനകൾ പല ആൾക്കാരെ കുറിച്ചും ISROയുടെ പ്രമുഖ സ്ഥാനത്തിരിക്കുന്ന പലരെ കുറിച്ചും ഉണ്ട്. ചില ആരോപണങ്ങളും ഉണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നിരുന്നാലും ഇതിലൊക്കെ സുതാര്യത വളരെയധികം ആവശ്യമുണ്ടെന്നുള്ള ഒരു പക്ഷക്കാരനാണ് ഞാൻ. കാരണം ഇത് ഇന്ത്യയുടെ ദേശീയ സ്പേസ് ഏജൻസിയാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇതിൽ അന്തർലീനമായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ ചെയർമാന് ഇതെല്ലാം അട്ടിമറിക്കുന്നു അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എവിടെയോ എന്തൊക്കെയോ ഉള്ള സംശയങ്ങൾ ധാരാളം വരുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തില് കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകണം എന്നുള്ള ഒരു സൂചനയാണ് എനിക്കുള്ളത്. അതായത് ഇവിടെ പലതരത്തിലുള്ള ഇടപെടലുകൾ നടന്നിട്ട് പോലും ഇതിലൊന്നും തന്നെ ISROയിലെ സ്ഥിതി മെച്ചപ്പെടുന്നില്ല. കാരണം കഴിഞ്ഞ 8 മാസമായിട്ട് ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ഏജൻസിക്ക് ഒരു വിക്ഷേപണം നടത്താൻ പറ്റിയില്ലെങ്കിൽ, തുടർച്ചയായിട്ട് 50ഓളം 47 വിക്ഷേപണങ്ങൾ വിജയകരമായി നടത്തിയ ഒരു റോക്കറ്റ് പെട്ടെന്ന് പരാജയപ്പെടുന്നെങ്കിൽ, അതിന്റെ മൂന്നാമത്തെ സ്റ്റേജ് വീണ്ടും പരാജയപ്പെടുന്നെങ്കിൽ, അതിനെക്കുറിച്ച് നടത്തിയ അന്വേഷണം നടത്തിയത് പ്രധാനമന്ത്രിയുടെ മുൻ ശാസ്ത്രകാര്യ ഉപദേഷ്ടാവ് ഡോക്ടർ വിജയരാഘവന്, മുൻ ISRO ചെയർമാൻ സോമനാഥന് എന്നിവരെ ഉൾപ്പെടുന്ന വിദഗ്ധ സമിതിയാണ്. ആ റിപ്പോർട്ടിന് എന്ത് സംഭവിച്ചു? ആ റിപ്പോർട്ടിന്മേൽ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? ആ റിപ്പോർട്ട് ISROയിൽ ഏതെങ്കിലും ഉന്നതൻ അട്ടിമറിച്ചോ? അങ്ങനെയൊക്കെ മാധ്യമ വാർത്തകളൊക്കെ വന്നിരിക്കുന്നു. ഇതൊക്കെ ഗൗരവമുള്ള വിഷയമല്ലേ? എന്തുകൊണ്ടാണ് ഇതിനകത്തിൽ ഇടപെടലുകൾ നടക്കാത്തത്? നമുക്ക് ഈ റോക്കറ്റുകളെ ഒന്നുകൂടെ ഒന്ന് പരിശോധിച്ചിട്ട് നമുക്ക് ചർച്ച വൈൻഡപ്പ് ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, PSLVക്ക് പേലോഡ് 600 കിലോമീറ്റർ ദൂരെ ഉള്ള ഭ്രമണപഥത്തിലേക്ക് 1.25 ടണ്ണിന്റെ പേലോഡ് എത്തിക്കാൻ പറ്റും. SSLVക്ക് അതേസമയം വിക്രം റോക്കറ്റിന് അത് 350, 480 കിലോഗ്രാം ചെറിയ ഉപഗ്രഹങ്ങളാണ് അത് വിക്ഷേപിക്കുന്നത്. 450 കിലോമീറ്റർ അകലെയുള്ള ലോ എർത്ത് ഓർബിറ്റിൽ
ആണ് അത് വിക്ഷേപിക്കാൻ ശേഷിയുള്ളത്. 290 കിലോഗ്രാം ഉള്ള ഒരു ഉപഗ്രഹം വേണമെങ്കിൽ 600 കിലോമീറ്റർ അകലെയുള്ള 500 കിലോമീറ്ററിന് മുകളിലുള്ള സൺ സിങ്ക്രോണസ് ഓർബിറ്റിൽ എത്തിക്കാനും പറ്റുമെന്നാണ് പറയുന്നത്. വിക്രം 2, വിക്രം 3 എന്നുള്ള 2 പുതിയ റോക്കറ്റുകളൂടെ അവർ നിർമ്മിക്കുന്നുണ്ട്. വിക്രം 2 കൂടുതൽ ഭാരം വഹിക്കാൻ ശേഷിയുള്ളതാണ്. 900 ഏതാണ്ട് 1 ടണ്ണിനോട് അടുപ്പിച്ചുള്ള ഒരു ഉപഗ്രഹം ലോ എർത്ത് ഓർബിറ്റ് എന്ന് പറയുന്ന 600 കിലോമീറ്റർ ഭൂമിയിൽ നിന്നും ദൂരെയുള്ള ഓർബിറ്റിലേക്ക് എത്തിക്കാൻ ഇതിന് സാധിക്കും. ഇനി അഗ്നിബാണിന്റെ കാര്യമാണെങ്കിൽ, അഗ്നിബാണ് 500 കിലോ, അര ടൺ ഭാരമുള്ള ഉപഗ്രഹം 700 കിലോമീറ്റർ അകലെയുള്ള സൺ സിങ്ക്രോണസ് ഓർബിറ്റിൽ എത്തിക്കാൻ ശേഷിയുള്ള ഒരു റോക്കറ്റാണ്. SSO എന്ന് പറയുന്ന ISROയുടെ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച SSO അല്ല, സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ SSLV 600 തൊട്ട് 800 കിലോഗ്രാം വരെ ഭാരമുള്ള ഉപഗ്രഹങ്ങൾ ലോ എർത്ത് ഓർബിറ്റില് 500 കിലോമീറ്റർ അതിന് മുകളിലുള്ള ഒരു ഓർബിറ്റില് എത്തിക്കാൻ ശേഷിയുള്ള ഒരു റോക്കറ്റാണ്. അപ്പോ ഇതിനെക്കുറിച്ച് പറയുന്നത് ഒരു PSLV റോക്കറ്റ് പൂർണ്ണമായിട്ട് സംയോജിപ്പിക്കണമെങ്കിൽ 60 ദിവസത്തിലധികം എടുക്കും. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ഈ 3 റോക്കറ്റുകൾ 72 മണിക്കൂറിനുള്ളിൽ വിക്ഷേപണത്തിന് തയ്യാറാണ്. അതായത് പിന്നെ ലോഞ്ചിങ് ഓൺ ഡിമാൻഡ്. ഇവിടെ ഡിമാൻഡ് ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ വിത്തിൻ 3 days, മനസ്സിലായോ, 3 ദിവസങ്ങൾക്കുള്ളിൽ ഈ സംഭവം റോക്കറ്റ് ലോഞ്ചിങ്ങിന് റെഡിയാണ്. അപ്പൊ അത് വളരെയധികം ഒരു ടൈം ലാഭിക്കാനും വീണ്ടും പിന്നെ വിക്ഷേപണത്തിന്റെ ചെലവ് കുറയ്ക്കാനും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഈ റോക്കറ്റുകൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇതെല്ലാം നല്ല കാര്യം, ഞാനിതിനെ ഒന്നും എതിർക്കുന്നില്ല. സ്വകാര്യ മേഖല ഈ ബഹിരാകാശ മേഖലയിലേക്ക് സ്വകാര്യ വ്യവസായങ്ങൾ കടന്നു വരണം, ശരിയാണ്. പക്ഷെ ഇതിനകത്തിലൊക്കെ വേണ്ട മുൻകരുതൽ എടുക്കണം എന്ന് എനിക്കൊരു സൂചനയുണ്ട്, അഭ്യർത്ഥനയുണ്ട്. കാരണം ഈ പ്രൈവറ്റ് കമ്പനിയിലൊക്കെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വരും. ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഏത് തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് ആണ് ഇവിടെ വരുന്നത്? ഇതിന്റെയൊക്കെ സ്ക്രൂട്ടണിക്ക് വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് വിക്ഷേപിക്കാമല്ലോ. സാധ്യതകൾ ഒരുപാട്, ഇതിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കാം. ഇതിനുള്ളിൽ കൂടി ഇന്ത്യയുടെ ടെക്നോളജി ആർക്കെങ്കിലും കവർന്നുകൊണ്ട് പോകാൻ പറ്റുമോ? കാരണം വേണമെങ്കിൽ ഈ ഒരു PSLV പോലുള്ള റോക്കറ്റ് അത് കുറച്ച് റീഎൻട്രി ടെക്നോളജി ഒക്കെ ഉണ്ട്, അത് അത്ര എളുപ്പമല്ല. എങ്കിൽ പോലും ഒരു ഇന്റർകോണ്ടിനെന്റൽ ടെക്നോളജി ഇതിലുണ്ട്. ഇതിന്റെ ICBMന്റെ വ്യത്യാസം ബഹിരാകാശത്ത് ചെന്നിട്ട് വീണ്ടും തിരിച്ചു ഭൂമിയിലേക്ക് വരും. അപ്പൊ ഈ റീഎൻട്രി ടെക്നോളജി മാസ്റ്റർ ചെയ്യണം. അതുപോലെ തന്നെ ഇതിന് ഹീറ്റ് ഷീൽഡിങ്, തിരിച്ച് ഭൂമിയിലേക്ക് കയറുമ്പോൾ വലിയ ടെമ്പറേച്ചർ ഉണ്ടാവും, മിസൈൽ അങ്ങ് കത്തിപ്പോകും. അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള ഷീൽഡിംഗ് ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ സാധ്യത ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു റെഗുലേറ്ററി ഏജൻസി വേണ്ട രീതിയിലുള്ള മുൻകരുതലുകൾ ഇതൊക്കെ സർക്കാർ എടുക്കട്ടെ. കൂടുതൽ ISRO സംബന്ധിച്ച കൂടുതൽ വാർത്തകളുമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലെത്താം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം.